ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ഇരിക്കുന്ന കോഡും ഇതൊക്കെ മാറ്റി ഈ ചെവിയിൽ നമ്മളൊരു ചെടി നടാനായിട്ടുള്ള വാൾ സെറ്റ്, പ്ലാൻ വാൾ. ഓക്കെ, അങ്ങനെ കൂടിന് മുകളിൽ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാൻ പോവുകയാണ്. മാറ്റിയിട്ടാണ് ഇനി ഈ കൂടെടുത്ത് മാറ്റാനായിട്ടുള്ളത്. എല്ലാം എടുത്ത് മാറ്റിയ ശേഷം ഇതാ കൂടെടുക്കാനുള്ള ശ്രമമാണ്. നല്ല ടൈറ്റായിരുന്നു ആണ് ഈ പണ്ട് കിളിയെ വളർത്തിയിരുന്ന കൂടായതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് അടിച്ചു വെച്ചിരുന്നിരുന്നു. അതുകൊണ്ട് കൊളുത്ത് എടുത്ത് മാറ്റുകയാണ്. നമ്മൾ നടുന്ന ചട്ടികൾ തൂക്കാൻ വേണ്ടിയാണ്, ചട്ടികളല്ല, ആ ചെറിയ പെയിന്റ് പാട്ടിൽ തൂക്കാൻ വേണ്ടിയാണ് ആണി അടിക്കുന്നത്. അതെല്ലാം ഒരേ ഡിസ്റ്റൻസിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ മേളത്തെ പോട്ടിൽ വെള്ളം വീഴ്ത്തുമ്പോൾ അതിൻ്റെ ബാക്കി എക്സസ് വാട്ടർ താഴത്തെ പോട്ടിൽ താനേ വീണോളും. അപ്പം സെയിം ഗ്യാപ്പായിരിക്കും, വെള്ളം വേസ്റ്റ് ആവത്തില്ല. ഇനി ഇത് ഒരേ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചട്ടികൾ വെച്ച്. അതാണ് ഇപ്പം നോക്കുന്നത്. ഇനി അടുത്ത ഇതിനുള്ള ഗ്യാപ്പ് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ വാളിൽ നമ്മൾ ഇത്രയും ചെടികളാണ് നടാൻ പോകുന്നത്. അടുത്ത ചെടി നടാനായിട്ട് ചാണകപ്പൊടി, പിന്നെ മണ്ണ്, എല്ലാം ചാണകപ്പൊടി മണ്ണുമാണ് മെയിൻ ഉപയോഗിക്കുന്നത്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഓരോ പെയിൻറ് പട്ടയിലായിട്ട് ചെറുതായിട്ട് നടാൻ പോവുകയാണ്. ആദ്യം കുറച്ച് മണ്ണിട്ട ശേഷം രണ്ടാമത് നമ്മൾ നട്ടിരിക്കുന്ന ചെടിച്ചട്ടിയിൽ നിന്ന് അത് മണ്ണിനെ വേറൊന്നും പൊട്ടാതെ മുഴുവനായി ഇളക്കി അതിൽ നിന്ന് കുറച്ച് മണ്ണ് കളഞ്ഞ് ഈ ചട്ടിയിലോട്ട് വച്ച് മണ്ണ് ഫില്ല് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം നമ്മൾ 12 എണ്ണം ഉണ്ട്. ആ 12 ചെടിയും ഇതേപോലെ വെച്ച് നിറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വച്ച ശേഷം വീണ്ടും ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് ഈ പ്രോട്ടീൻ മിക്സ് ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായി എല്ലാത്തിലും അതേപോലെ ചെയ്യുകയാണ്. നമ്മൾ താഴെ തട്ടുന്നത് താഴെ ഒരു വേസ്റ്റ് എല്ലാം മണ്ണൊക്കെ ഇടുന്ന ഒരു പാട്ട വെച്ചിട്ടുണ്ട്. ആ പാട്ടയ്ക്കകത്താണ് ഇത്രയും നാൾ വെച്ചിരുന്ന പഴയ മണ്ണ് മാറ്റുന്നത്. ഇനി അതിന് തന്നെ നമ്മൾ അടുത്ത ചെടി നടാനായിട്ട് ചാണകപ്പൊടിയും ചാമ്പലും ഒറ്റ മിക്സ് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ തന്നെ മൊത്തം 3 ഐറ്റം മണി പ്ലാന്റ് ഉണ്ട്. ബാക്കിയുള്ള ചെടികളുടെ പേരൊന്നും അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് നട്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല പച്ചയിലയിൽ വെള്ള ഷെയ്ഡാണ് ഇതിന്. നൈസാണ് ഇതൊക്കെ കാണാൻ. ഇത് അടുത്തൊരു വെറൈറ്റിയാണ്, നല്ല മഞ്ഞ ഇല വരുന്നത്. പച്ചയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നല്ല മഞ്ഞ ഇലയാവും. ഇത് തന്നെ ഓരോ കളറിനനുസരിച്ചാണ് നട്ടിരിക്കുന്നത്. നേരത്തെ ചുവപ്പായിരുന്നു, ഇപ്പോൾ ഇതാ പച്ച ടിന്നാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ് വരുന്നതാണ്, 1 ലിറ്ററിൻ്റെ ടിന്ന്. അതിലാണ് നടുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഇല ടൈപ്പ് ചെടിയാണ്. ഇല കാണാനൊക്കെ നല്ല രസമാണത്. ഇത് നമ്മുടെ വലിയ ചേമ്പിൻ്റെയൊക്കെ ഒരു അതേ ഷേപ്പിനുള്ളൊരു ഇലയാണ്, പക്ഷേ ഇതിന് ചെറുതന്നേ ഉള്ളൂ. ഇതിന് നല്ല രസമാണ് ഇതിൻ്റെ ഇല കാണാൻ, പച്ചയും ബ്രൗണും കളറുമാണ്. ഇത്രയും ചെടികളാണ് നമ്മളിന്ന് അതിൽ വയ്ക്കാൻ പോകുന്ന 12 ടിന്ന്. ആദ്യത്തെ വരി ചുവപ്പ് ടിന്നാണ് വച്ച് നോക്കുന്നത്.
ചുവപ്പാണ്. ഒന്ന് വെച്ചു, അടുത്തത് രണ്ടാമത്തത് വയ്ക്കുന്നു. അതൊരു തരം സ്പൈഡർ പ്ലാന്റ് ആണ്. അടുത്ത് മൂന്നാമത്തത് ഒരു വെറൈറ്റി മണി പ്ലാന്റ്. നാലാമത്തതും അതേ ഇതുപോലെ മണി പ്ലാന്റ് തന്നെയാണ്. അങ്ങനെ ഒന്നാം വരി പൂർത്തിയായിരിക്കുന്നു. രണ്ടാം വരിയിലേക്ക് കടന്നിരിക്കുന്നു പച്ച. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണുമ്പോൾ. വീഡിയോ ഓണാക്കാതെയാണ് വീഡിയോ എടുത്തത്. പച്ച തൊട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ വരി ബ്രൗൺ. ഇതിൽ കുറച്ച് വലിയ ചെടികളാണ്, പൊക്കം വയ്ക്കുന്ന ചെടികളൊക്കെയാണ്. അങ്ങനെയുള്ള വലിയ ചെടികളാണ് ഏറ്റവും താഴെ വയ്ക്കുന്നത്. ഇതിലാകുമ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടും. പിന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് മൊത്തം ചട്ടിയാണ്, മൺചട്ടിയിലാണ് ചെടി വയ്ക്കുന്നത്. തെറ്റി ഇൻഡോർ പ്ലാന്റ്സ് 2-3 വച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അതിനൊന്നും വെട്ടം വേണ്ട. അങ്ങനെ അതിമനോഹരമായ പ്ലാന്റ് വാൾ പൂർത്തിയായിരിക്കുക.